നമസ്കാരം. 2019 ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തുടക്കകാലത്ത് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു 7 മാസങ്ങൾക്ക് ശേഷം ദേവസ്വം പ്രസിഡന്റായി വന്നപ്പോഴും തട്ടിപ്പിന്റെ വഴികൾ ശബരിമലയിൽ തുടരുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളിൽ വാസുവിന്റെ പങ്കും വ്യക്തമായിരുന്നുവെങ്കിലും ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ പഴിചാരി രക്ഷപ്പെടുവാനായിരുന്നു ശ്രമം. എന്നാൽ പ്രതിസ്ഥാനത്തുള്ള അതേ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഒടുവിൽ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്തത്. എൻ വാസുവിന്റെ അറസ്റ്റോടെ അടുത്തതാര് എന്നതാണ് അന്വേഷണ സംഘം ഉടൻ ഹൈക്കോടതിയിൽ അറിയിക്കേണ്ടി വരിക. ഈ ആഴ്ച തന്നെ ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിവരം. കട്ടിലപ്പടിയിലെ സ്വർണ്ണ കവർച്ച കേസിൽ 4, 5, 6 പ്രതികൾ അറസ്റ്റിലായിട്ടും 3-ാം പ്രതിയായ വാസുവിന്റെ അറസ്റ്റ് വൈകിയതിൽ വൻ വിമർശനമാണ് ഉയർന്നിരുന്നത്. വാസുവിന്റെ മൊഴിപ്രകാരം 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കുമെതിരായ നടപടിയിലേക്ക് പോകാതിരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല. 7-ാം പ്രതി അസിസ്റ്റന്റ് എഞ്ചിനീയറും 8-ാം പ്രതി 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളുമാണ്. ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന സൂചനകൾ അന്വേഷണ സംഘം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മകുമാറിന് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ചോദ്യം ചെയ്യലിന് അടിയന്തരമായി ഹാജരാകുവാനാണ് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പത്മകുമാറിന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്തതായി സൂചനയുണ്ട്. 2-ാം തവണയാണ് പത്മകുമാറിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നേരത്തെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പത്മകുമാർ അത് ചെയ്തിരുന്നില്ല. എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം തേടിയിരിക്കുകയാണ് പത്മകുമാർ. ഇതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ വൈകുമെന്ന സൂചനകളാണ് നിലവിൽ പുറത്തുവരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സുപ്രധാന അറസ്റ്റാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ സൂചനയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റ് സൂചിപ്പിക്കുന്നത്. CPM നേതാവായിരുന്ന വാസു കൊല്ലം കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2016-11 കാലത്ത് VS സർക്കാരിൽ PK ഗുരുദാസൻ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ PA ആയിരുന്നു. വിജിലൻസ് ട്രൈബ്യൂണൽ അംഗമായി വാസു പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകനാണ്. 2 തവണ ദേവസ്വം കമ്മീഷണറായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്രവർത്തിച്ചു. തുടർന്ന് 2019 ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തെത്തി. ദേവസ്വം കമ്മീഷണറായിരുന്ന ഒരാൾ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു. പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വസ്തനായ ആളുകൂടിയാണ് ഈ എൻ വാസു. ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലായിരുന്നപ്പോഴും എൻ വാസു ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിർണായക ഇടപെടൽ നടത്തുവാൻ കഴിയുന്ന ഒരാളായി മാറി. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നതായി ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയ 2019 തന്നെയാണ് എൻ വാസുവിനെ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രമോഷൻ ലഭിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ 5-ാം പ്രതിയായ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാറും 6-ാം പ്രതിയായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും അറസ്റ്റിലായി റിമാൻഡിലാണ്. ഇവരുടെ മൊഴിയാണ് വാസുവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. 3-ാം പ്രതിയായ എൻ വാസുവിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് SIT അറസ്റ്റിലേക്ക് കടന്നത്. കട്ടിലപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതാൻ കമ്മീഷണറായിരുന്ന വാസു 2019 മാർച്ച് 19 നിർദ്ദേശം നൽകിയെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് അറസ്റ്റിന് വഴിവെച്ചത്. സ്വർണ്ണഭൂഷത്തിന്റെ ബാക്കി സ്വർണം ഉപയോഗിച്ച് നിർദ്ധനയായ പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതിന് അഭിപ്രായം ചോദിച്ച 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് 2019 ഡിസംബർ 9 ഇമെയിൽ അയച്ചിരുന്നു. അന്നത്തെ പ്രസിഡന്റ് എ പത്മകുമാർ ആണെന്നായിരുന്നു പലരും വിചാരിച്ചത്. എന്നാൽ അങ്ങനെയായിരുന്നില്ല. അന്നത്തെ പ്രസിഡന്റ് എൻ വാസു ആയിരുന്നു. ഇത് വെളിപ്പെട്ടതോടെ മാധ്യമങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അഭിപ്രായം തേടുകയും ചെയ്തു. എന്നാൽ പാളികൾ അഴിച്ചുകൊണ്ടുപോകുമ്പോൾ താൻ കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ലെന്നും ഇതിലൊന്നും ഒരു പങ്കും ഇല്ല എന്നുമായിരുന്നു എൻ വാസു പ്രതികരിച്ചത്. എന്നാൽ അത് തെറ്റാണെന്നും താനാണ് അന്നത്തെ പ്രസിഡന്റ് എന്നത് മനസ്സിലാക്കിയതും പിറ്റേന്ന് രേഖകളുമായി വാസു മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കിട്ടിയ മെയിലിന്റെ കോപ്പിയായിരുന്നു അത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയച്ചെങ്കിലും പോറ്റിയും സംഘവും സംഘടിപ്പിച്ച് സ്വർണം ബാക്കി വന്നതിന് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞ് വാസു കൈകഴുകി. ആ പ്രയോഗമായിരുന്നു പിന്നീട് കേസിൽ വാസുവിന് കുരുക്കായത്. അന്ന് എൻ വാസു പറഞ്ഞത് സ്വർണ്ണക്കൊള്ളയിൽ ഒരു ബന്ധവുമില്ല, സ്വർണം മിച്ചമുണ്ടെന്ന് അറിയിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച മെയിൽ ഉദ്യോഗസ്ഥർക്ക് കൈമാറുക മാത്രമാണ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം സ്വർണം എടുത്ത് ദ്വാരപാല ശില്പം ചെയ്യുന്നുവെന്നായിരുന്നു കരാറെന്നും സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന സ്വർണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണ് എന്നുമാണ് പറഞ്ഞത്. ശബരിമലയുടെ പേരിൽ പിരിവ് നടത്തി ഉണ്ടാക്കിയ സ്വർണത്തെപ്പറ്റി നിസ്സാരമായി വാസു സംസാരിച്ചത് ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അത്ര ചെറുതല്ലെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘത്തെ കൊണ്ടെത്തിച്ചത്.
രേഖകളുമായി വാസു എത്തിയപ്പോൾ ഇവ രായ്ക്കു രാമായണം എവിടെ നിന്ന് കിട്ടിയെന്നതും സംശയമുണ്ടാക്കി. നടന്നത് തട്ടിപ്പാണെന്ന് അറിയാമായിരുന്ന വാസു അന്നത്തെ ഫയലുകളിലെ കോപ്പി എടുത്ത് സൂക്ഷിച്ചിരിക്കാമെന്നതാണ് ഒരു നിഗമനം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ജീവനക്കാരിൽ സ്വന്തക്കാരെ കൊണ്ട് ഈ ഫയലിൽ നിന്ന് കോപ്പി എടുപ്പിച്ചതാകാമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തുകയായിരുന്നു. എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എൻ വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു. അക്കാലത്തും കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എൻ വാസു എന്നാണ് അഭ്യൂഹം. ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്നിറങ്ങി മാസങ്ങൾ തികയും മുമ്പേ അദ്ദേഹത്തെ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുത്തുകയും ചെയ്തു. വാസുവിനെതിരെ നിർണായക മൊഴിയാണ് മുരാരി ബാബു നൽകിയിരിക്കുന്നത്. എല്ലാം വാസുവിന് അറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുരാരിയും സുധീഷും മൊഴി നൽകിയിട്ടുള്ളത്. മുൻ തിരുവാഭരണ കമ്മീഷണർ ബൈജുവിന്റെ മൊഴി വാസുവിനെതിരെ തന്നെ. ചോദ്യം ചെയ്യലിൽ രേഖകളിൽ തിരുത്തൽ വരുത്തിയതിൽ വാസുവിന് മറുപടിയില്ല. ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുമാണ് വാസു ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. റാന്നി കോടതി അവധിയിലായതിനാൽ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് വാസുവിനെ ഹാജരാക്കിയത്. ഇതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദമൊഴിഞ്ഞ PS പ്രശാന്തിന് ഇനി എന്ത് സംഭവിക്കുമെന്ന ചോദ്യം ഉയർന്നുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി ഗുരുതരമായ പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇതിനു മുൻപ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകുവാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരുന്നു. 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകുവാനായിരുന്നു തീരുമാനം. എന്നാൽ സ്വർണ്ണപ്പാളി കേസിൽ ഹൈക്കോടതിയുടെ ഗുരുതരമായ പരാമർശങ്ങളും കേസിലെ അന്വേഷണം നിലവിലെ ബോർഡുകളിലേക്ക് നീങ്ങുന്നതും കണ്ടതോടെയാണ് CPM തീരുമാനം മാറ്റിയത്. ഇതോടെ പ്രശാന്ത് ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്തായി. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോയതാണ് വിനയായതെന്നാണ് പ്രശാന്ത് അനുകൂലികൾ പറയുന്നത്. ഇതിനൊപ്പം മുഷ്ടി ചുരുട്ടി ശരണം വിളിക്കുകയും ചെയ്തു. ഇതിനൊപ്പം ഹൈക്കോടതിയെ മുനവെച്ച് വിമർശിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാം പ്രതികൂലമായി. ഹൈക്കോടതിയിൽ നിന്നും പ്രശാന്തിന്റെ ഭരണസമിതിക്കും രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ പ്രശാന്തിനെതിരെയും SIT അന്വേഷണമുണ്ട്. പ്രശാന്തും അറസ്റ്റിലാകാൻ തന്നെയാണ് സാധ്യത. NSSനെ സർക്കാരുമായി അടുപ്പിക്കുന്ന പാലമായി മാറുവാനായിരുന്നു പ്രശാന്ത് ആഗ്രഹിച്ചത്. പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റായ മുരാരി ബാബുവിനെ ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറാക്കിയത് ഇതിനു വേണ്ടിയിട്ടാണ്. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി നേരിട്ട് ബന്ധമുള്ള മുരാരി ബാബുവിലൂടെ ഓപ്പറേഷൻ വിജയിക്കുകയും ചെയ്തു. ആഗോള അയ്യപ്പ സംഗമത്തിന് NSS പിന്തുണ നൽകി. അതിനിടെ ഉണ്ടായ വിവാദവും കേസും എല്ലാമാണ് ഈ സ്വർണ്ണപ്പാളി കേസിനെ ശ്രദ്ധേയമാക്കിയത്. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പ്രശാന്തിന്റെ അനുയായികളും തിരിച്ചറിയുന്നുണ്ട്. K ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നതിൽ അഭിമാനമേ ഉള്ളൂവെന്നാണ് PS പ്രശാന്ത് പ്രതികരിച്ചത്. പുതിയ ദേവസ്വം പ്രസിഡന്റ് നിയമനം തനിക്ക് അഭിമാനം പകർന്നതെന്ന് പറഞ്ഞ അദ്ദേഹം ഈ ഭരണസമിതി പ്രവർത്തിച്ചത് സുതാര്യമായാണെന്നും ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തെ പോലെ പരിണിത പ്രജ്ഞനായ അനുഭവ പാരമ്പര്യമുള്ള പാണ്ഡിത്യമുള്ള ഒരാൾ ഈ പദവിയിലേക്ക് വരുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടായാലും ദേവസ്വം ബോർഡിനെ മറ്റു ക്ഷേത്രങ്ങളെ സംബന്ധിച്ചായാലും കൂടുതൽ ഊർജ്ജമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ശബരിമലയിലെ വികസനത്തിൽ സർക്കാർ വലിയ മുന്നൊരുക്കം നടത്തി മുന്നോട്ടു പോവുകയാണ്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയവരിൽ ഒരാളാണ് ജയകുമാർ സർ. സ്വാഭാവികമായും അദ്ദേഹത്തെ പോലെ ഒരാൾ ശബരിമലയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അതിലൂടെ വലിയൊരു കാഴ്ചപ്പാടാണ് സർക്കാർ കൊണ്ടുവരുന്നത്. മാസ്റ്റർ പ്ലാനിന് കൂടുതൽ ഊർജ്ജം പകരുവാനും മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കുവാനും കൂടുതൽ വികസനം നടത്തുവാനും ഇത് സഹായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്നാണ് പ്രശാന്ത് പ്രതികരിച്ചത്.